ഞാൻ പറയാൻ പോകുന്ന വളരെ റിലവൻ്റായ ഒരു പോയിന്റിലേക്കാണ്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു. ആ ഒരു ഭാഗം ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇൻറ്റേർണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് യൂസ് ചെയ്യപ്പെടുകയോ ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇൻറ്റേർണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യണ്ടേ? ബ്രെയിൻ തൊട്ട് ലിവർ വരെ വിസറ വരെ ആ ഭാഗങ്ങൾ സൂക്ഷിച്ച് ഫോറൻസിക് സയൻസ് ലാബിന് വിടണ്ടേ? അങ്ങനെ ഈ കേസിൽ ചെയ്തിട്ടില്ലല്ലോ. അതുപോലും നശിപ്പിക്കുകയല്ലേ ഇവർ. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, അത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്നുള്ളതിന് ശക്തമായ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ പുറത്തു വരുമ്പോൾ ഈ വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്ന ക്രൈം ഓൺലൈൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്നുള്ള ധാരണയിലേക്ക് കേരളീയ പൊതുസമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു. അതിന് ഉപോത്ഫലകമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ADMന്റെ മരണമറിഞ്ഞ് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എത്തുമ്പോഴേക്കും തിരക്കിട്ട് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിരുന്നു, പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഒരു കാരണവശാലും മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തരുത്, ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം കണ്ണൂരിൽ നടത്തരുത് എന്നുള്ള വിവരങ്ങൾ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയിനെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബന്ധുക്കളുടെ ആവശ്യത്തെ മറികടന്നുകൊണ്ട് തന്നെ തിരക്കിട്ട് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ തന്നെ, അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയപ്പെടുന്ന കാരണം ഉന്നയിച്ചത് TV പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലിക്കാരനാണ്. അയാളുടെ ഒരു പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം വരുത്തിയതിനാണ് ADM കൈക്കൂലി വാങ്ങിയത് എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾക്ക് വേണ്ടി തന്നെയാണ്, അതായത് TV പ്രശാന്തിന് വേണ്ടി തന്നെയാണ് PP ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചത്. അങ്ങനെയെങ്കിൽ ഇതിൽ പരാതിക്കാരനായി അറിയപ്പെടുന്ന TV പ്രശാന്തൻ ജോലി ചെയ്യുന്ന നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച PP ദിവ്യയുടെ ഭർത്താവ് അജിത് ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുമ്പോൾ അതിൽ തിരിമറികൾ നടത്താം, ഒരു കാരണവശാലും അത് സത്യസന്ധമായിരിക്കില്ല എന്നുള്ള നവീൻ ബാബുവിന്റെ ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും താല്പര്യത്തെ മറികടന്നുകൊണ്ട്, ആവശ്യത്തെ മറികടന്നുകൊണ്ട് തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് അവരുടെ സാന്നിധ്യമില്ലാതെ തന്നെ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത്. എന്നാൽ എല്ലാ കുറ്റകൃത്യങ്ങളിലും ദൈവത്തിന്റെ ഒരു തെളിവുകൾ അവശേഷിപ്പിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിലും അതുണ്ടായിരിക്കുന്നു. ദൈവത്തിന്റെ കൈകടത്തിൽ കൃത്യമായി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ ഇൻക്വസ്റ്റിൽ കൃത്യമായി വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ മരണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന ചാരക്കളർ നിറമുള്ള ജോക്കി എന്നെഴുതിയ ജെട്ടിയിൽ നിറയെ രക്തമുണ്ടായിരുന്നു എന്നുള്ളത്, അതായത് അടിവസ്ത്രം രക്തത്തിൽ കുതിർന്നിരുന്നു എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. പോലീസ് തയ്യാറാക്കിയ ഈ ഇൻക്വസ്റ്റിൽ മറ്റാരും തന്നെ കൈകടത്താൻ സാധ്യതയില്ല. മാത്രമല്ല ഇടതുപക്ഷം ഭരിക്കുന്ന CPMന്റെ നേതാക്കളിൽ പലരും ഈ കേസിൽ നേരിട്ടും അല്ലാതെയും പ്രതികളാണ് എന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ CPM നിയന്ത്രിക്കുന്ന പോലീസുകാർ നടത്തുന്ന ഇൻക്വസ്റ്റിൽ മറ്റാരും കൈകടത്തി അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ട് എന്ന് എഴുതി വയ്ക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ഇന്റേണൽ ഇഞ്ചുറിയോ എക്സ്റ്റേണൽ ഇഞ്ചുറിയോ ഇല്ല എന്ന് എഴുതി വയ്ക്കാൻ കാരണം?
ഇന്റേണൽ ഇഞ്ചറിയോ എക്സ്റ്റേണൽ ഇഞ്ചറിയോ ഇല്ലാതെ ഒരാളുടെ ശരീരത്തിൽ എങ്ങനെയാണ്, എവിടെ നിന്നാണ് രക്തം വരിക? അടിവസ്ത്രം രക്തത്തിൽ കുതിർന്നിരുന്നു എന്ന് പറയുമ്പോൾ ഈ രക്തം എവിടെ നിന്ന് വന്നു? ബാഹ്യമായോ ആന്തരികമായോ മുറിവില്ലാതെ ഈ രക്തക്കറ എങ്ങനെയാണ് നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ വരിക? അടിവസ്ത്രം എങ്ങനെയാണ് രക്തത്തിൽ കുതിരുക? ഇതിന് കൃത്യമായി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ മറുപടി പറയേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർമാർ ആദ്യം പരിഗണിക്കേണ്ടത്, ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തുന്നതിന് മുമ്പ് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുണ്ടാവും. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ആവശ്യപ്പെടും. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് നീങ്ങുക. അങ്ങനെയെങ്കിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ രക്തത്തിന്റെ സാന്നിധ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തത്? ആന്തരികമായും ബാഹ്യമായും മൃതശരീരത്തിൽ യാതൊരുവിധ രക്തക്കറകളും ഇല്ല എന്നാണ് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ പിന്നെ എവിടെ നിന്നാണ് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തം വന്നത് എന്ന് പറയാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ബാധ്യസ്ഥനാണ്. അതായത് ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കള്ളക്കളി നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിമറി നടത്തിയിരിക്കുന്നു. ഇവിടെയാണ് നവീൻ ബാബുവിന്റെ കുടുംബവും ബന്ധുക്കളും പറയുന്ന CPM ഒത്തുകളി നടക്കുന്നത്. കാരണം ഞങ്ങൾ വരാതെ, അതായത് നവീൻ ബാബുവിന്റെ കുടുംബക്കാർ വരാതെ ഒരു കാരണവശാലും മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പാടില്ല. മാത്രമല്ല, കണ്ണൂരിന് വെളിയിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല. കണ്ണൂരിന് വെളിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമേ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടുള്ളൂ എന്ന് ബന്ധുക്കളും കുടുംബക്കാരും കണ്ണൂർ കളക്ടറെ വിളിച്ചു പറഞ്ഞിട്ട് കണ്ണൂർ കളക്ടർ അവർക്ക് അത്തരത്തിലൊരു ഉറപ്പ് കൊടുത്തിട്ട് പിന്നെ എന്താണ് കണ്ണൂർ കളക്ടർ ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് നിർബന്ധപൂർവ്വം പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്നുള്ളതിന് കളക്ടർ ഉത്തരം പറയേണ്ടതായി വരും. അതായത് CPM-ഉം കളക്ടറും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആരൊക്കെയെ രക്ഷിക്കുവാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൃത്യമായ തിരിമറികൾ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. മരണപ്പെടുന്ന ദിവസം നവീൻ ബാബു ധരിച്ചിരുന്ന വസ്ത്രത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു, ചോരയിൽ കുതിർന്നതായിരുന്നു എന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പരിഗണിക്കാതെ, കാണാതെ ഡോക്ടറുടെ സൗകര്യാർത്ഥം ആരുടെയോ താല്പര്യപ്രകാരം ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കുകയും പോലീസ് ഈ വിവരം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നവീൻ ബാബു മരണപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, രക്തത്തിൽ കുതിർന്നു എന്നിരുന്ന വിഷയം പോലീസ് സത്യവാങ്മൂലത്തിൽ മറച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ പോലും ഈ വിഷയത്തിൽ പോലീസ് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനും കൂടിയായ അനിൽ P. നായരാണ് ഇത്തരം വിവരങ്ങൾ ക്രൈമിനോട് വെളിപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കും. PP ദിവ്യയെ അല്ലെങ്കിൽ TV പ്രശാന്തിനെ രക്ഷിക്കുക എന്നതിൽ ഉപരി ഈ വിഷയത്തിൽ കണ്ണൂരിലെ ഭൂമാഫിയ തന്നെ ഇടപെട്ടിരിക്കുന്നു. നവീൻ ബാബുവിനെ മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ കൃത്യമായി തന്നെ നശിപ്പിക്കപ്പെടുകയും അതുമൂലം രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം നവീൻ ബാബുവിന്റെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാതിരുന്നതും ഈ ആന്തരിക അവയവങ്ങൾ ലാബോറട്ടറിയിൽ സൂക്ഷിച്ചു വയ്ക്കാതിരുന്നതും അത് തന്നെയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം CPM നേതാക്കളുടെ സാന്നിധ്യത്തിൽ പത്തനംതിട്ട മലയാലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും പത്തനംതിട്ടയിലും മലയാലപ്പുഴയിലുമുള്ള CPM-ന്റെ സമന്നതരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പെട്ടെന്ന് തന്നെ മൃതദേഹം ദഹിപ്പിച്ചു കളയുകയും തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നടപടികൾ ചെയ്തതും എന്ന് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കളും കുടുംബക്കാരും വിലയിരുത്തുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ CPM-ഉം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ഇൻക്വസ്റ്റ് നടത്തിയ പോലീസുകാരുമെല്ലാം ഒത്തുകളിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെതായ ഒരു കൈക്കുറ്റപ്പാട്, ഒരു തെളിവ് അവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നു. നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്ത പോലീസ് റിപ്പോർട്ട് ചെയ്ത നവീൻ ബാബു അപ്പോൾ ധരിച്ചിരുന്ന മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന ജെട്ടിയിൽ, അതായത് അടിവസ്ത്രത്തിൽ, ആ അടിവസ്ത്രം രക്തത്തിൽ കുതിർന്നിരുന്നു എന്നുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആന്തരികമായും ബാഹ്യമായും മൃതശരീരത്തിൽ യാതൊരുവിധ മുറിവുകളും ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞ പോസ്റ്റ്മോർട്ടത്തിലെ റിപ്പോർട്ട് അത്രയും കള്ളമാണ്. നവീൻ ബാബുവിനെ അപായപ്പെടുത്തി അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി കെട്ടിത്തൂക്കി കൊന്നത് തന്നെയാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇത് തന്നെയാണ് ഈ വാർത്ത പുറത്തു വന്ന അവസരത്തിൽ ക്രൈം ഓൺലൈനും കൃത്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന വളരെ റിലവൻ്റ് ആയ ഒരു പോയിന്റിലേക്കാണ്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി
പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു. ആ ഒരു ഭാഗം ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇന്റേണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് ഊസ് ചെയ്യപ്പെടുകയോ ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യണ്ടേ? ബ്രെയിൻ തൊട്ട് ലിവർ വരെ, വിസറ വരെ ആ ഭാഗങ്ങൾ സൂക്ഷിച്ച് ഫോറൻസിക് സയൻസ് ലാബിന് വിടണ്ടേ? അങ്ങനെ ഈ കേസിൽ ചെയ്തിട്ടില്ലല്ലോ. അതുപോലും നശിപ്പിക്കുകയല്ലേ ഇവർ